ആലപ്പുഴയിലെ ഹാരിസ് സഖാവിനിരിക്കട്ടെ ഈ കയ്യടി. ഒരു സഖാവായാൽ ഈ പാർട്ടിയെ കുലം കുത്തിയിട്ട് അധികാരം തേടി പോകുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയേണ്ടതുപോലെ പറയണം. അതിനി ഏത് പൊന്ന് തമ്പുരാനാണെങ്കിലും ശരി. അധികാരത്തിന് വേണ്ടി കോൺഗ്രസിന്റെ തിണ്ണ നിറങ്ങാൻ പോയ ജി സുധാകരന്റെ മുഖത്ത് നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ആ സഖാവ് പറഞ്ഞ 10 വാചകം ഉണ്ടല്ലോ, അതാണ് ഈ നാട്ടിലെ സഖാക്കന്മാരുടെ അഭിമാനവും അന്തസ്സും വാനോളം ഉയർത്തുന്നത്. ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടിപിടിച്ച തലമുതിർന്ന നേതാവെന്നുള്ള നിലയ്ക്ക് കുമ്പിട്ട് നിൽക്കുകയല്ല, ചെയ്ത തോന്നിവാസത്തിനും നടത്തിയ കുലംകുത്തി പ്രവർത്തനത്തിനും മുഖമടച്ചുള്ള മറുപടിയായിരുന്നു ഹാരിസ് സഖാവ് ഇന്ന് പൊതുവേദിയിൽ പറഞ്ഞത്. താങ്കൾക്ക് പറഞ്ഞോണ്ടൊക്കെ എന്തുകൊണ്ട് ഈ പാർട്ടിക്കെതിരല്ലേ? താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ അല്ലേ? അല്ലേ? ആ വെളിയിൽ പോയി, അതാ പറഞ്ഞേ. എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി. അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. ഒന്നുമല്ല, നേടുമല്ലോ. പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട. പാർട്ടിയിൽ നിന്ന് നേടി സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരു 1.5-2 വർഷം പോയി ഞങ്ങളൊന്നും പറയത്തില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്? സാറേന്നാ വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. അതൊക്കെയായിരുന്നു. ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതാണ് അംഗീകരിക്കും. ജനങ്ങൾ അംഗീകരിച്ചു. അതെ, അപ്പൊ അംഗീകരിച്ചു. അപ്പൊ ജനങ്ങൾ പാർട്ടി എല്ലാവർക്കും അംഗീകരിക്കുന്നല്ലേ പറഞ്ഞു വരുന്നത്. അതെ 29,000 പേരുണ്ട്. കുഞ്ഞാലിക്കുട്ടി 1,80,000 അങ്ങനെ ഭൂരിപക്ഷത്തിൽ പറയുന്നോണ്ട് ഞാൻ പറഞ്ഞത്. ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. അത് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നേരിട്ട് മാറ്റാ വന്നത്. അതാണ് പ്രശ്നം. അവിടുത്തെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞു വെച്ച ആള് തോറ്റുപോയെന്ന്. എല്ലാ തവണയും ജയിച്ചല്ലേ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അതല്ല, എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത്. അതാണ് കറക്റ്റ്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ പ്രസ്ഥാനം തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ഉത്തരേക്ക് വന്നത്. ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു. അത്രേ ഉള്ളൂ. സഖാവിന് 100 ചുവപ്പിൻ അഭിവാദ്യങ്ങൾ. അതല്ലാതെ മറ്റ് വാക്കുകളൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി തന്നെ പറയേണ്ടതുണ്ട്. സ്വയം ഞാനാണ് മികച്ച സഖാവ്, ഞാനാണ് മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് ചില ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ട് സ്വയം കമ്മ്യൂണിസ്റ്റ് ചമഞ്ഞ് നടക്കുകയാണ്. ഒപ്പം പ്രവർത്തിക്കുന്നവർക്കും ഒപ്പം പ്രവർത്തിച്ചവർക്കോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവർക്കോ എപ്പോഴും അരോചകമായി മാറുന്ന വ്യക്തികളൊക്കെ ഈ പ്രസ്ഥാനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവരാണ്. സാറെന്ന് വരെ വിളിപ്പിച്ച മഹത് കമ്മ്യൂണിസ്റ്റുകാരൻ, ആ കമ്മ്യൂണിസ്റ്റുകാരനെയൊക്കെ മാധ്യമങ്ങൾ എഴുതി പൊലിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലെ അപ്പക്കാണനിസം അഥവാ അധികാര കസേരകൾക്ക് വേണ്ടിയും സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ഇവരുടെ മൂട് താങ്ങാൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പോഴും മാധ്യമ പരിലാളനയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരോടൊക്കെ നമ്മുടെ മുതിർന്ന നേതാവാണ്, വിധേയത്വം കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. കിട്ടണ അവസരങ്ങളിലെല്ലാം പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞ് തൊലി ഉരിച്ചു വിടണം. ഇപ്പോഴും സ്വയം വലിയ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞാനാണ് വലിയ മഹാത്മാവെന്ന് വിചാരിക്കുന്ന ഇതുപോലുള്ള ചില ജി സുധാകരന്മാരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അവരെ പോലുള്ളവരുടെ അധികാരമോഹവും എല്ലാ കാലത്തും ഞാൻ ബാക്കിയുള്ളവർക്കൊന്നും പരിഗണന വേണ്ടെന്ന മനോഭാവം അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവർക്ക് അത്ര നല്ലതല്ല തന്നെ. അധികാര കസേരയിൽ നിന്ന് ഒരു ടേൺ മാറി നിന്നപ്പോ സകലതും നഷ്ടപ്പെട്ട മനോഭാവം ഉടനടി അടുത്ത മേച്ചിൽപ്പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ബെസ്റ്റ് എക്സാമ്പിൾ ഇല്ല എന്ന് ഹാരിസ് സഖാവിന്റെ ആ ഉശിരൻ മറുപടിയെ മുൻനിർത്തി പറയേണ്ടി വരികയാണ്.